പിറ്റേന്ന് പ്രഭാതത്തിൽ വീണ്ടും മഹാകാലേശ്വരനെ വണങ്ങി കാളിദാസൻ രാജകൊട്ടാരത്തിലേക്ക് നടന്നു. ഇരുവശത്തും ചോലമരങ്ങൾ വളർന്നു നിൽക്കുന്ന രാജവീഥി, പ്രധാന കവലകളിൽ തണ്ണീർ പന്തലുകൾ, ചുമടുതാങ്ങികൾ, മനോഹരമായ വീടുകൾ, രാജധ്വജം പാറിപ്പറക്കുന്ന ഗോപുരം ദൂരെ നിന്നേ കണ്ടു. സുവർണ പതാകകൾ പാറിക്കളിക്കുന്ന ധവളമയാർന്ന പ്രസാദ ഗോപുരങ്ങൾ ഉയർന്നു കാണാം. ഗോപുരങ്ങളിൽ സുവർണ കലശങ്ങൾ രാജകീയ പ്രൗഢി വിളിച്ചോതുന്നു. കുതിരവണ്ടികൾ മണികൾ കിലുക്കിക്കൊണ്ട് കടന്നുപോകുന്നു. കൃഷ്ണശിലകൾ പാകി വെടുപ്പാക്കിയ വീഥിയിൽ നിന്നും പൊടിപടലങ്ങൾ ഉയരുന്നില്ല. രാജപാതയെന്ന് വ്യക്തമാകുന്ന മനോഹാരിത. സായുധരായ ഭടന്മാർ അവിടെ കാവലുണ്ട്. ശക്തന്മാരെ പരാജയപ്പെടുത്തി അധികാരം തിരിച്ചുപിടിച്ച ശേഷം സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ വിക്രമാദിത്യ മഹാരാജാവ് വളരെ ശ്രദ്ധാലുവാണെന്ന് ഹരിദത്തൻ പറഞ്ഞത് വീണ്ടും ഓർമ്മ വന്നു. കവാടത്തിനടുത്തെത്തും മുമ്പ് തന്നെ അതിൻ്റെ മനോഹാരിതയിൽ ശ്രദ്ധ പതിഞ്ഞു. സ്ഫടികം കൊണ്ടാണോ നിർമ്മിച്ചതെന്ന് തോന്നുമാറ് പ്രതിബിംബം പതിയുന്ന ശിലകൾ കൊണ്ടുള്ള കവാടഭിത്തികൾ, ചാരുതയാർന്ന ശില്പങ്ങൾ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ചില നിമിഷങ്ങളോളം കാളിദാസൻ അവയുടെ ഭംഗിയും വൈവിധ്യവും ആസ്വദിച്ചു നിന്നു. പല പ്രദേശത്തും ശില്പചാരുത കണ്ടിട്ടുണ്ട്. പക്ഷേ ഉജ്ജയിനിയിലെ ശില്പങ്ങൾ കൂടുതൽ മഹത്തരങ്ങളായവ തന്നെയാണ്. പലരും അശ്വരഥങ്ങളിൽ നിന്നിറങ്ങി കവാടം കടന്ന് അകത്തേക്ക് പോകുന്നുണ്ട്. രാജകീയ അശ്വരഥങ്ങൾക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുണ്ടാകൂ. മറ്റുള്ളവർ ഇവിടെ ഇറങ്ങി നടന്നു പോകണം. അകത്തേക്ക് പോകുന്നവർ സാധാരണക്കാരല്ലെന്ന് അവരുടെ വസ്ത്രധാരണത്തിൽ നിന്നും ദ്വാരപാലകരുടെ പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമായിരുന്നു. പക്ഷേ അവരുടെ രഥങ്ങൾക്ക് രാജകീയമായ പ്രൗഢിയില്ല. കവാടത്തിലെത്തിയപ്പോൾ ദ്വാരപാലകൻ തടഞ്ഞു. ഉജ്ജയിനിയിലെങ്ങും ഇതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത യുവാവ്, തീഷ്ണങ്ങളായ കണ്ണുകൾ, തേജസ്സുള്ള മുഖം, സഞ്ചാരിയെന്ന് വ്യക്തമാക്കുന്ന വേഷം. കാഴ്ചയിൽ കുലീനത പ്രകടമാകുന്നുണ്ടെങ്കിലും ദ്വാരപാലകർക്ക് തടയാതിരിക്കാനാവില്ലായിരുന്നു. രാജവിളംബരപ്രകാരമുള്ള സമസ്യാപൂരണത്തിനെത്തിയതാണെന്ന് കാളിദാസന് സ്വയം പരിചയപ്പെടുത്തേണ്ടി വന്നു. സന്ദേഹത്തോടെയാണെങ്കിലും അവർ കാളിദാസനെ കൊട്ടാരത്തിലേക്ക് കടത്തിവിട്ടു. ദ്വാരപാലകർ പലരെയും വണങ്ങി ബഹുമാനപൂർവ്വമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. ചിലർ സമസ്യ എന്തെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് വരുന്നവരാണെന്ന് തോന്നി. സമസ്യ എന്താണെന്നറിഞ്ഞാൽ ഒരു കൈ നോക്കാമെന്ന മട്ടിൽ. ദ്വാരപാലകർ എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ആർക്കും പരിചയമില്ലാത്ത ഒരാൾ താൻ മാത്രമായിരിക്കും, കാളിദാസൻ ചിന്തിച്ചു. പ്രധാന കവാടം കടന്ന് മുന്നോട്ട് നടന്നു. വിശാലമായ പൂങ്കാവനത്തിലാണ് താൻ എത്തിയതെന്ന് കാളിദാസന് തോന്നി. മനോഹരമായ രാജപാത, ഇരുവശവും പൂന്തോട്ടം, ചെറിയ പൊയ്ക, പൊയ്കയിൽ മനോഹരമായ ജലധാര. ജലം മുകളിലേക്കുയർന്ന് അന്തരീക്ഷത്തിൽ ജലകണങ്ങൾ വാരി വിതറുകയാണ്. യന്ത്രസംവിധാനത്തിലൂടെയാണെന്ന് തോന്നുന്നു. താൻ യാത്ര ചെയ്ത എങ്ങും ഇങ്ങനെയൊന്ന് കണ്ടിട്ടില്ല. ജലകണങ്ങളിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ തട്ടി മാരിവില്ലു വിരിയുന്നു. പൊയ്കയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരകളും നീന്തി തുടിക്കുന്ന അരയനങ്ങളും, പൂന്തോട്ടത്തിൽ അവിടെയായി തീറ്റ കൊത്തിപ്പറക്കുന്ന കബോധങ്ങളും മയൂരങ്ങളും, ആരവമുയർത്തുന്ന ശാരീകകൾ, ചെടികളിലും ലതകളിലും പറന്നു കളിക്കുന്ന മനോഹരമായ ചെറുപക്ഷികൾ, ശലഭങ്ങൾ. ഉജ്ജയിനിയിലെ കൊട്ടാരവും മനോഹരം തന്നെ. മുന്നിൽ മനോഹരമായ കൽമണ്ഡപം, അതിനപ്പുറം കൊട്ടാര സോപാനം, ശില്പചാരുതയുള്ള സ്തംഭങ്ങൾ. പുറത്തുള്ള കവാടങ്ങളിൽ കണ്ട ശിലാശില്പങ്ങളെക്കാൾ കൂടുതൽ ജീവനുള്ളവയെന്ന് തോന്നിച്ചു. ശില്പകലയ്ക്ക് വളരെ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടെന്ന് വ്യക്തമാകുമാറ് അവിടെ മനോഹരമായ ശില്പങ്ങൾ. ചിലയിടങ്ങളിൽ ശില്പങ്ങളാണോ ജീവനുള്ള മനുഷ്യരാണോ എന്ന് സംശയം തോന്നുന്ന രൂപങ്ങളും കണ്ടു. ഭിത്തിയിൽ സുവർണരേഖകൾ, സുവർണപാളികളിൽ പല നിറത്തിലുള്ള രത്നങ്ങൾ പതിപ്പിച്ച ഹാരങ്ങൾ തൂങ്ങിയ കവാടങ്ങൾ, സ്ഫടിക സദൃശ്യമായ തറ, പട്ടുകൊണ്ടുള്ള യവനികകൾ. രാജകീയ പ്രൗഢിയിലുള്ളവരാണ് ഭടന്മാർ പോലും. പലരും തിരക്കിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. രാജസഭയിലേക്കായിരിക്കണം. എങ്കിലും രാജസഭ എവിടെയാണെന്ന് അവിടെ കണ്ട രാജഭടനോട് ചോദിച്ചു. അയാൾ സംശയത്തോടെയെങ്കിലും ബഹുമാനത്തോടെ വഴി ചൂണ്ടിക്കാട്ടി.
പക്ഷേ രാജ്യസഭയിലേക്കുള്ള പ്രവേശനം ഔപചാരികതകൾ നിറഞ്ഞതായിരുന്നു. സമസ്യാപൂരണത്തിനുള്ള വിളംബരം കേട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ദ്വാരപാലകർ പുഞ്ചിരിച്ചു. ഒരാൾ പറഞ്ഞു, എത്രയോ ദിവസങ്ങളായി മഹാരാജാവ് വിളംബരം പുറപ്പെടുവിച്ചിട്ട് എന്താണ് സമസ്യയെന്ന് പോലും ഇവിടുത്തെ വിദ്വാൻമാർക്ക് മനസ്സിലായിട്ടില്ല. രാജ്യസഭയിലെ പണ്ഡിതന്മാരും പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് വന്നവരെല്ലാം എന്താണ് സമസ്യയെന്ന് മഹാരാജാവിനോട് നേരിട്ട് ചോദിക്കാനാണ് വന്നത്. എത്രയോ മഹാവിദ്വാൻമാർ വാസ്തവത്തിൽ എന്തു സമസ്യയാണ് മഹാരാജാവ് തങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നതെന്നറിയാൻ തല പുകയ്ക്കുന്നു. അങ്ങും സമസ്യ എന്താണെന്നറിയാനാകും വന്നത്. അയാൾ വിശദീകരണം ചോദ്യത്തിൽ കൊണ്ട് അവസാനിപ്പിച്ചു. മഹാരാജനാകട്ടെ ഒരു പദമെന്നല്ല, ഒരു വാക്കോ ഒരക്ഷരമോ വെളിപ്പെടുത്തുന്നില്ല. മറ്റൊരാൾ പറഞ്ഞു, കാളിദാസന് ഒന്നും പറയണമെന്ന് തോന്നിയില്ല. ഒരു കാര്യത്തിൽ സന്തോഷം തോന്നി. ദ്വാരപാലകന് പോലും സമസ്യാപൂരണമെന്നാൽ എന്താണെന്നറിയാം. ആജ്ഞകൾ അനുസരിക്കാൻ മാത്രമറിയുന്ന മന്ദബുദ്ധികളല്ല ഇവർ. ഉജ്ജയിനിയിൽ കലാസാഹിത്യ വിജ്ഞാനങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനവും വളർച്ചയുമുണ്ടെന്ന് വ്യക്തം. അതുമല്ല, ഇവർ സംസാരിക്കുന്ന പ്രാകൃത ഭാഷ പോലും വളരെ ശുദ്ധമായതാണ്. ഇത് ഇവിടുത്തെ ജ്ഞാനത്തിൻ്റെ നിലവാരം വ്യക്തമാക്കുന്നതാണ്. കാളിദാസൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കഴിവിനും യുക്തിക്കും യോജിച്ച വിധം തയ്യാറാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് സുഹൃത്തേ. രാജ്യസഭയിലേക്ക് മഹാരാജാവ് എപ്പോഴാണ് എഴുന്നള്ളുക? അധികം വൈകില്ല. മന്ത്രിമാരും രാജ്യസഭാംഗങ്ങളിൽ ഇതിനകം എത്തിക്കഴിഞ്ഞു. ഇനി അകത്തേക്ക് പോകാമോ? കാളിദാസൻ ചോദിച്ചു. പോകാം. പക്ഷെ അങ്ങ് എവിടെ നിന്ന് വരുന്നു? പേരെന്താണ്? ഏതു ഗുരുകുലത്തിലാണ് വിദ്യ അഭ്യസിച്ചത്? തുടങ്ങിയ കാര്യങ്ങൾ അതാ അവിടെ ഇരിക്കുന്ന കാര്യവാഹകനെ അറിയിക്കണം. അദ്ദേഹം തടസ്സമൊന്നും ഉന്നയിച്ചില്ലെങ്കിൽ സഭയിലെ ഏറ്റവും പിൻനിരയിൽ ഇരിക്കാം. എന്നാൽ അദ്ദേഹം തടഞ്ഞാൽ രാജ്യസഭയ്ക്ക് പുറത്ത് അതാ അവിടെ കേൾവിക്കാർക്കും കാഴ്ചക്കാർക്കുമുള്ള സ്ഥലത്ത് ഇരിക്കാം. കാളിദാസൻ കാര്യവാഹകൻ്റെ അടുത്തെത്തി നിന്നു. നമസ്കാരം, കാളിദാസൻ പറഞ്ഞു. രാജ്യസഭയിൽ പോകുവാൻ അനുവാദം അഭ്യർത്ഥിക്കുന്നു. കാര്യവാഹകൻ തല ഉയർത്തി നോക്കി. മുടിയും താടിയും നീട്ടി വളർത്തിയിരിക്കുന്നു. പക്ഷേ യുവാവാണ്. ഒരു യോഗിയുടെ ശോഭയുണ്ട് മുഖത്ത്. അയാൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വണങ്ങിയിട്ട് ഇരുന്നു. പേരെന്താണ്? കാര്യവാഹകൻ ചോദിച്ചു. കാളിദാസൻ. വിവരങ്ങൾ കുറിക്കാൻ കുനിഞ്ഞ കാര്യവാഹകൻ ആ പേര് കേട്ട് വീണ്ടും തലയുയർത്തി നോക്കി. ഉജ്ജയിനിയിൽ അവന്തികാദേവിയുടെ ക്ഷേത്രമുണ്ട്. കാളി മാതാവിൻ്റെ വിഗ്രഹമാണുള്ളത്. പക്ഷേ ദേവി എന്നാണ് പറയപ്പെടാറുള്ളത്. വിദ്യാവാസിനിയായ ദേവി എന്ന സങ്കല്പമാണുള്ളത്. ഉജ്ജയിനിയിൽ കാളിദാസൻ എന്ന പേര് തീരെ അപരിചിതമാണ്. അതുകൊണ്ട് തന്നെ പേര് കേട്ടാൽ ആരാണ് എന്ന് ആരും നോക്കാതിരിക്കില്ല. എവിടെ നിന്നും വരുന്നു? കാളിദാസൻ ഒരു നിമിഷം ശങ്കിച്ചു. ഞാൻ എവിടെ നിന്നും വരുന്നു എന്ന് പറയും? വിശേഷാൽ ഒരു സ്ഥലം പറയാനാവില്ല. ജന്മദേശം മാളവൻ തന്നെയാണ്. കാര്യവാഹകൻ്റെ മുഖത്ത് സംശയം നിഴലിച്ചു. അതെങ്ങനെ? നിങ്ങളെ ഇന്നോളം ഈ രാജ്യത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ആ സേതു ഹിമാചലം യാത്ര ചെയ്തു വന്ന ഒരു യാത്രക്കാരനാണ്. വർഷങ്ങൾക്ക് മുമ്പേ മാളവത്തിൽ നിന്നും യാത്രയായതാണ്.